ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ. 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും നമുക്ക് വൻ മുന്നേറ്റം സൃഷ്ടിക്കാനാവണം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് പോകാനാവണം. അതിന് സാധിക്കത്തക്ക രീതിയിലുള്ള സംഘടനാപരമായ കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടും ജനങ്ങൾക്കെതിരായിട്ടും പ്രഖ്യാപിച്ച ഈ സാമ്പത്തിക പ്രതിരോധ യുദ്ധം അതും നമുക്ക് നേരിടാൻ പറ്റണം. അത് നേരിടാൻ സാധിക്കണമെങ്കിൽ കേരളത്തിൻ്റെ സ്വാധീനത്തെ, അതിൻ്റെ കഴിവിനെ പരമാവധി നമുക്ക് ഉപയോഗിക്കണം. അതാണ് നമ്മുടെ പുതിയ വഴികൾ, നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയിലൂടെ ഈ സമ്മേളനം ഇപ്പോഴും കണ്ടിട്ടുണ്ട്. വലിയ മാറ്റം, ആരും പ്രതീക്ഷിക്കാത്ത മാറ്റം ഈ കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. വ്യാവസായിക മേഖലയിൽ 1,52,000 കോടി രൂപയുടെ നിക്ഷേപം. അതിനു പുറമെ സഹകരണ മേഖലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള വിവിധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പദ്ധതികൾ ഒക്കെ വിഭാവനം ചെയ്യുന്നുണ്ട്. നമ്മുടെ സമ്പത്ത് പൂർണ്ണമായിട്ടും സ്വരൂപിക്കാനും പുതിയ രീതിയിൽ ആ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുന്ന ഒരു വികസന പരിപ്രേക്ഷ്യം കേരളം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളുമെല്ലാം മുഖവിലക്കെടുത്തുകൊണ്ട് മുൻവിധിയില്ലാതെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ഇടപെടലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം. ഇപ്പോൾ ഡാമിലൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മണൽ അതൊന്നും വാരിയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവപൂർവ്വം ഗവൺമെൻറ് പരിഗണിക്കണം. അതുപോലെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ, അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പരമാവധി പാവപ്പെട്ട മനുഷ്യർക്ക് സൗജന്യ ചികിത്സ നൽകുമ്പോഴും അവിടെ നമുക്ക് എങ്ങനെയാണ് വിഭവങ്ങൾ കണ്ടെത്താനാവുക എന്ന കാര്യം, ആ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം. അതുപോലെ തന്നെ മാറുന്ന കേരളത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന രീതിയിൽ ടൂറിസം മേഖല അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനെ ശക്തിപ്പെടുത്താൻ കഴിയണം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടിരിക്കേണ്ടുന്ന 52 കേന്ദ്രങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന് ടൈംസ് മാഗസിൻ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യതയും നമുക്ക് ഉപയോഗിക്കണം കഴിയണം. അങ്ങനെ കേരളത്തിൻ്റെ വളർച്ച, രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പ്ലാന്റേഷൻ മേഖലയിലും റബ്ബർ മേഖലയിലും അതുപോലെ തന്നെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഇന്നത്തെ നിലയിൽ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ പ്രയാസമുണ്ട്. എന്നാലും അത് മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തും. നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടും. ഇങ്ങനെയെല്ലാമുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം മുന്നോട്ടേക്ക് പോകാനാവും ശ്രമിക്കുക. എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവണം. നമ്മുടെ വർഗ ഭോജന സംഘടനകൾ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി താഴെത്തരം വരെയുള്ള എല്ലാ ഘടകങ്ങളും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടല്ലാതെ ഈ കടമ നിർവഹിക്കാൻ നമുക്ക് സാധിക്കില്ല. അതേപോലെ കേരളത്തിലെ വനിതാ പ്രസ്ഥാനം, അതിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്താണ് കുടുംബശ്രീ. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾ, ഇവരെല്ലാം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗമാണ്. അവരെല്ലാം സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിനാണ് കേരളം ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഇടയിലാണ് 24ാം സമ്മേളനം, ഇവിടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടത്തിയിട്ടുള്ളത്. സഖാവ് യെച്ചൂരിയും കോടിയേരിയും ഇല്ലാതെ നടക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ്. അവരെല്ലാം സ്മരിക്കുക, ഭൂതകാല
നേതൃനിരയിലുള്ള അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ മുഴുവൻ സഖാക്കളെയും ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുന്നു. വികസിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് വരുന്ന ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും ബന്ധുക്കളെയും സഖാക്കളെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. തുടർന്ന് ഈ കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കത്തക്ക രീതിയിലുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തി കേരളത്തിൻ്റെ പൊതു താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ അവഗണനയെ ഫലപ്രദമായിട്ട് അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് നമുക്ക് സാധിക്കും. അതിനെല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണ പിന്തുണയുണ്ടാവണം. അതുപോലെ കേരളത്തിൻ്റെ പൊതു താൽപ്പര്യത്തോടൊപ്പം മാധ്യമങ്ങളും സജീവമായിട്ട് ഉണ്ടാവണം എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നല്ല നിലയിലുള്ള പ്രചരണം നൽകിയിട്ടുണ്ട്, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. രണ്ടും നന്നായി എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വിമർശനത്തെയും അതുപോലെ തന്നെ മറ്റ് പ്രോത്സാഹനപരമായ നിലപാടിനെയും എല്ലാം ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണം എന്ന് വാർത്താ വിതരണ മേഖലയിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. സ്വാഗത സംഘം വളരെ നല്ല നിലയിലാണ് ഈ സമ്മേളനം പ്ലാൻ ചെയ്ത ആ ഘട്ടം മുതൽ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ പ്രതിനിധികൾക്കും സമ്മേളന നടത്തിപ്പിനും എല്ലാം കഴിയുന്ന സാഹചര്യം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനകീയമായൊരു പിന്തുണയോടുകൂടി സ്വരൂപിക്കപ്പെട്ട പണം ഉൾപ്പെടെ ഉപയോഗിച്ച് ഫലപ്രദമായിട്ട് സ്വാഗത സംഘം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലും ലോകത്തെമ്പാടുമുള്ള മലയാളി കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുഖമായ CPIM-നെ അതിൻ്റെ സമ്മേളനത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മുഴുവൻ ആളുകളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനു വേണ്ടി ഞാൻ തീർച്ചയായിട്ടും നന്ദി രേഖപ്പെടുത്തുകയാണ്. പാർട്ടി എന്നിൽ അർപ്പിച്ച പുതുതായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പദവി അതൊരു പദവിയായിട്ടല്ല, ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഉത്തരവാദിത്തം കൂട്ടായ്മയിലൂടെ എല്ലാ പാർട്ടി നേതാക്കളും പ്രവർത്തകരും എല്ലാം ചേരുന്ന ഒരു കൂട്ടായ്മയിലൂടെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാവും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കേരളത്തിലെ പാർട്ടിയെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നവകേരള സൃഷ്ടിയുടെ ഊർജ്ജമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ധാരണയോടുകൂടി സംഘടനയെ നയിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാവണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.